അസ്സബുറു നിസ്ഫുൽ ഈമാൻ. സബർ ഈമാനിൻ്റെ പകുതിയാണ്. സബറും റമളാനും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട്. റമളാൻ നോമ്പ് ശാരീരികവും മാനസികവുമായ ക്ഷമയുടെ പരിശീലന കളരിയാണ്. അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ചും അള്ളാഹുവിനെ അനുസരിച്ചും തിന്മകളിൽ നിന്ന് വിട്ടുനിന്നും നാം നോമ്പിൽ ക്ഷമ പരിശീലിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാവും ഹുവ ഷഹ്റു സബർ എന്ന് സബറിനെ പരിചയപ്പെടുത്തിയത്. ക്ഷമ 3 വിധത്തിലുണ്ട്. ഒന്ന്, അള്ളാഹുവിനെ അനുസരിക്കുന്നതിലുള്ള ക്ഷമ. അതാണല്ലോ റമളാനിൽ നാം സ്വായത്തമാക്കുന്നത്. രണ്ടാമത്തത്, അള്ളാഹു നിഷിദ്ധമാക്കിയ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള ക്ഷമ. അതുകൊണ്ടാണല്ലോ എത്ര സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ട് എന്ന് പറഞ്ഞാലും, എത്ര സാമ്പത്തിക പ്രയാസമുണ്ട് എന്ന് പറഞ്ഞാലും വിശ്വാസി പലിശയോട് അടുക്കാത്തത്. അതുകൊണ്ട് തന്നെയാണല്ലോ യൂസുഫ് അലൈഹിസ്സലാം പ്രലോഭനങ്ങൾ കടിമപ്പെടാതെ ജയിൽ ജീവിതം തിരഞ്ഞെടുത്തത്. മൂന്നാമതായി, പരീക്ഷണങ്ങളെ നേരിടുന്നതിലുള്ള ക്ഷമ. മനുഷ്യന് പലതരം പരീക്ഷണങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ, അത് രോഗമാവട്ടെ, ധനനഷ്ടമാവട്ടെ, ഭയമാവട്ടെ, ഇങ്ങനെ പരീക്ഷണങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ അത് അള്ളാഹുവിൻ്റെ പരീക്ഷണമാണെന്ന് തിരിച്ചറിയുകയും ക്ഷമിക്കുകയും ചെയ്യുക. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ഒരു പെൺകുട്ടി വന്ന് പറഞ്ഞു, അള്ളാഹുവിൻ്റെ ദൂതരെ, എനിക്ക് അപസ്മാരമുണ്ട്. അപസ്മാരം വന്ന് ഞാൻ നിലത്ത് വീഴുമ്പോൾ എൻ്റെ വസ്ത്രങ്ങൾ നീങ്ങിപ്പോകുന്നു. അങ്ങ് ദുആ ചെയ്യണം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഞാൻ ദുആ ചെയ്യാം, പക്ഷേ നീ ക്ഷമിക്കുക. ക്ഷമയുടെ പ്രതിഫലം സ്വർഗമാണ്. എനിക്ക് അള്ളാഹുവിൻ്റെ പ്രതിഫലം മതി, പക്ഷേ വസ്ത്രങ്ങൾ നീങ്ങിപ്പോകാതിരിക്കാൻ ദുആ ചെയ്യണം. അപ്പോൾ നബി ദുആ ചെയ്യുകയും പിന്നീട് അങ്ങനെ സംഭവിക്കാതിരിക്കുകയും ചെയ്തതായി ചരിത്രത്തിൽ നമുക്ക് കാണാം. വിശുദ്ധ ഖുർആനിൽ പലതരം ക്ഷമയെ പരിചയപ്പെടുത്തുന്നുണ്ട്. സ്ബിറു, നിങ്ങൾ ക്ഷമിക്കുക. മറ്റൊരിടത്ത് കാണാം, ഇന്നല്ലാഹ മഅസ് സ്വാബിരീൻ, അള്ളാഹു ക്ഷമാലുക്കളുടെ കൂടെയാണ്. യൂസുഫ് അലൈഹിസ്സലാമിനെ നഷ്ടപ്പെട്ടപ്പോൾ യാക്കൂബ് അലൈഹിസ്സലാമിൻ്റെ ക്ഷമയെ വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നത് സബറുൻ ജമീൽ എന്ന് പറഞ്ഞാണ്. സബർ എന്ന വാക്കിന് ക്ഷമ എന്നാണ് സാധാരണയായി നാം അർത്ഥം പറയാറ്. എന്നാൽ ആ പദത്തെ പൂർണ്ണമായും ഉൾക്കൊള്ളാനോ അതിൻ്റെ അർത്ഥവൈപുല്യം മനസ്സിലാക്കാനോ സാധ്യമാകാത്തതാണ് വിശുദ്ധ ഖുർആനിലെ സബർ. മനുഷ്യരെല്ലാം നഷ്ടത്തിലാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും സത്യം കൊണ്ടും ക്ഷമ കൊണ്ടും പരസ്പരം ഉപദേശിച്ചവരും ഒഴിച്ചു. അത്തരം നഷ്ടപ്പെട്ട ആളുകളുടെ കൂട്ടത്തിൽ നാം ഉൾപ്പെടാതിരിക്കട്ടെ. സബർ എന്നാൽ നിസ്സഹായൻ്റെ നിസ്സഹാവസ്ഥയുടെ പേരല്ല, മറിച്ച് ധീരന്മാരുടെ ഉറച്ച നിലപാടിൻ്റെ പേരാണത്. അസ്സബർ സവാബുഹുൽ ജന്ന, സ്വർഗമാണ് സബറിൻ്റെ പ്രതിഫലം. ഈ റമളാനിൽ ആ പ്രതിഫലം കരസ്ഥമാക്കാനും ജീവിതത്തിലുടനീളം മുത്തഖീങ്ങളായി ജീവിക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ തുണക്കുമാറാകട്ടെ.